നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ ദിവസമാണ് മെക്സിക്കോയിൽ അധോലോക നായകനായ എൽ മെൻചോ കൊല്ലപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ കുറ്റവാളിയെന്ന് ഇയാൾ അറിയപ്പെട്ടിരുന്നു. നെമാസിയോ ഒസഗര സെർവാൻസ് എന്ന എൽ മെൻചോയെ കൊലപ്പെടുത്തിയത് മെക്സിക്കൻ സൈന്യം. മെക്സിക്കോയിൽ നിന്ന് അമേരിക്ക ഉൾപ്പെടെ മിക്ക രാജ്യങ്ങളിലേക്കും മയക്കുമരുന്ന് കടത്ത് അതായിരുന്നു ഇയാളുടെ ഏറ്റവും മുഖ്യമായ പ്രവർത്തനം. എൽ മെൻചോ പടുത്തുയർത്തിയത് വമ്പൻ സാമ്രാജ്യം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇയാളുടെ സാമ്രാജ്യത്തിൻ്റെ വേരുകൾ പടർന്നു കിടക്കുന്നു. ആരെയും അമ്പരപ്പിക്കുന്ന ജീവിതകഥ, അതാണ് എൽ മെൻചോ. സമീപ വർഷങ്ങളിൽ ഏറ്റവും ശക്തമായ ക്രിമിനൽ കാർട്ടൽ ജാലിസ്കോ ന്യൂ ജനറേഷൻ കാർട്ടൽ എന്ന സംഘത്തിൻ്റെ സഹസ്ഥാപകനും പിന്നീട് നേതാവുമായി മാറി എൽ മെൻചോ. ഇപ്പോൾ തടവിൽ കഴിയുന്ന എൽ ചാപ്പോ ഗുസ്മാൻ്റെ സിനലോവ കാർട്ടലിനേക്കാൾ അത്ര പ്രശസ്തമല്ല എൽ മെൻചോയുടെ കാർട്ടൽ. എന്നാൽ അതിനേക്കാൾ ഏറെ ക്രൂരമാണ്, ആഗോളതലത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നു. മെക്സിക്കോയിലെ ജാലിസ്കോ സംസ്ഥാനം ആസ്ഥാനമായാണ് ഈ മാഫിയ സംഘം പ്രവർത്തിക്കുന്നത്. എൽ മെൻചോ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. ആരെയും അമ്പരപ്പിക്കുന്ന നീക്കമാണ് മെക്സിക്കൻ സൈന്യം നടത്തിയത്. അമേരിക്കയാണ് സൈനിക ഓപ്പറേഷന് വേണ്ട രഹസ്യ വിവരങ്ങൾ കൈമാറിയത്. എൽ മെൻചോയുടെ കാമുകിയെ കാണാൻ അതിസാഹസികമായി ഒരു വനത്തിലേക്ക് എൽ മെൻചോ പുറപ്പെടുന്നു. വനത്തിനുള്ളിലെ ഒരു കണ്ടെയ്നർ വീട്ടിലാണ് ഇരുവരും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച. ഈ പ്രണയ പങ്കാളിയെ ദീർഘകാലമായി മെക്സിക്കൻ സൈന്യം നിരീക്ഷിച്ചിരുന്നു. മെക്സിക്കൻ സൈന്യത്തെക്കാൾ കൂടുതൽ ശക്തമായ നിരീക്ഷണം ചെലുത്തിയത് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം തന്നെ. മെക്സിക്കൻ പ്രതിരോധ സെക്രട്ടറി ജനറൽ റിക്കാർഡോ ട്രെവില്ലയ്ക്ക് എൽ മെൻചോയോട് തീരാത്ത പക. മുൻപൊരിക്കൽ അദ്ദേഹത്തെ ക്രൂരമായി ആക്രമിച്ചിരുന്നു ഇതേ കാർട്ടൽ. ഇക്കഴിഞ്ഞ ഞായറാഴ്ച മെക്സിക്കോയിൽ നടന്ന പ്രത്യേക സേന ഓപ്പറേഷൻ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. പ്രത്യേക സേന എൽ മെൻചോയെ കണ്ടെത്തുന്നത് ജാലിസ്കോയിലെ കുറ്റിക്കാടുകളിൽ ഒളിച്ച നിലയിൽ. ഇയാൾ കഴിഞ്ഞിരുന്ന കണ്ടെയ്നർ വീടിന് ചുറ്റും 8 തോക്കുധാരികൾ, നിരവധി അംഗരക്ഷകർ. കാർട്ടൽ നേതാവ് എൽ മെൻചോയെ പിടികൂടുന്ന ഈ ഓപ്പറേഷനിൽ മരിച്ചു വീണത് 70ഓളം ആളുകൾ. മെക്സിക്കൻ അധികൃതർ വ്യക്തമാക്കുന്നതനുസരിച്ച് രാജ്യത്തെ ഏറ്റവും ശക്തനായ കാർട്ടൽ നേതാവ്. എന്നാൽ ആ കാർട്ടലിനെ ശിരച്ഛേദം ചെയ്തുകൊണ്ട് ആ കാർട്ടലിനെ നിർവീര്യമാക്കാൻ മെക്സിക്കോയ്ക്ക് കഴിയുമോ? ഇന്നലകളിൽ വിവിധ മാഫിയ സംഘങ്ങൾക്ക് നേരെ സർക്കാർ സേന നടത്തിയ ആക്രമണങ്ങളിൽ തെളിയുന്നത് മറ്റൊരു വസ്തുതയാണ്. കാർട്ടൽ നേതാവിൻ്റെ തലയെറുത്താലും ആ സംഘം പിൻവാങ്ങുന്ന ഒരു പതിവില്ല. സംഘടിത കുറ്റകൃത്യങ്ങൾ, മയക്കുമരുന്ന് കടത്ത്, നിരവധി അറസ്റ്റ് വാറണ്ടുകളാണ് എൽ മെൻചോയ്ക്ക് അമേരിക്ക ഉൾപ്പെടെ ഇതിനകം പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി എൽ മെൻചോയെ വീഴ്ത്താനുള്ള തന്ത്രങ്ങൾ മെനയുകയായിരുന്നു അമേരിക്ക. ഇത്തവണ രഹസ്യാന്വേഷണ വിവരങ്ങൾ കൃത്യമായി ഏകോപിപ്പിച്ചു. സൈനിക അന്വേഷകർ ഒസഗര സെർവാൻസ് എന്ന എൽ മെൻചോയുടെ പ്രണയ പങ്കാളിയുടെ ഒരു വിശ്വസ്തനെ കണ്ടുമുട്ടി. ഈ വിശ്വസ്തനായ എൽ മെൻചോയുടെ പ്രണയ പങ്കാളിയുടെ കൂട്ടാളിയെ നിരീക്ഷിക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ രഹസ്യാന്വേഷണ വിഭാഗം ചെയ്തത്. മയക്കുമരുന്ന് രാജാവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഈ കാമുകി ഇടയ്ക്കിടെ വലിയ വനത്തിലേക്ക് യാത്ര ചെയ്യും. ഈ സമയത്ത് ഈ പ്രണയ പങ്കാളിയെ വനത്തിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നത് അവരുടെ ഉറ്റ സുഹൃത്ത്. ഈ സുഹൃത്തിൻ്റെ നിരീക്ഷണങ്ങളാണ് രഹസ്യാന്വേഷണ വിഭാഗം കൃത്യമായി നിരീക്ഷിച്ചത്. അങ്ങനെ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ജാലിസ്കോയിലെ ടപാൽപ്പയിലേക്ക് ഒരു സ്ത്രീയെ കടത്തിക്കൊണ്ടുപോകുന്നു എന്ന വിവരം രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിക്കുന്നു. രഹസ്യാന്വേഷണ വിഭാഗം നിരീക്ഷിക്കുന്ന അതേ വ്യക്തി തന്നെയാണ് ആ സ്ത്രീയെ കൂട്ടി വനാന്തരങ്ങളിലേക്ക് പുറപ്പെടുന്നത്. കൃത്യമായ നിരീക്ഷണം തുടങ്ങി തൊട്ടു പിന്നാലെ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം എൽ മെൻചോയോടൊപ്പം ആ യുവതി ഒരു രാത്രി ചെലവഴിക്കുന്നു. 59കാരനാണ് എൽ മെൻചോ. നേരത്തെ ഒരു യുവതിയുമായി വിവാഹം നടത്തിയിരുന്നു എങ്കിലും വിവാഹമോചനം നേടി. അവരിലുള്ളത് 3 മക്കൾ. എൽ മെൻചോ തൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമൊത്താണ് ആ പ്രദേശത്തെത്തിയത്. ആ രാത്രി തന്നെ മെക്സിക്കൻ സൈന്യത്തിൻ്റെയും നാഷണൽ ഗാർഡിൻ്റെയും യൂണിറ്റുകൾ ആ വനം പൂർണ്ണമായി വളഞ്ഞു. ഒരു ഗ്രൗണ്ട് കോർഡൺ സ്ഥാപിച്ചുകൊണ്ട് എൽ മെൻചോയെ അവർ പൂർണ്ണമായി വളഞ്ഞു. ജാലിസ്കോയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ 6 ഹെലികോപ്റ്ററുകൾ, അധിക സേന എന്നിവരൊക്കെ നിലയുറപ്പിച്ചു. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് സേനാംഗങ്ങൾക്ക് നിശ്ചയമില്ല. ഉന്നത ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യസ്ഥാനം സംബന്ധിച്ച കൃത്യമായ ധാരണ.
മെക്സിക്കൻ വ്യോമസേനയുടെ രഹസ്യാന്വേഷണ വിഭാഗം കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ അമേരിക്കൻ ഇന്റലിജൻസ് സംവിധാനം ഉണർന്നു പ്രവർത്തിച്ചു. മേഖലയിലേക്ക് കൂടുതൽ വിമാനങ്ങൾ പറന്നുവന്നു. ഞായറാഴ്ച പുലർച്ചെ എൽ മെൻചോയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നു. ഈ സംഭവ വികാസങ്ങളൊക്കെ മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോമിനെ സൈന്യം അറിയിക്കുന്നു. കുറ്റവാളികളുടെ പ്രതികരണം അങ്ങേയറ്റം പ്രകോപനപരവും അക്രമാസക്തവുമായിരിക്കുമെന്ന് അവർ ഉറപ്പിച്ചു. ഒടുവിൽ പ്രസിഡന്റ് ആക്രമണത്തിന് പച്ചക്കൊടി കാട്ടി. തൊട്ടു പിന്നാലെ എൽ മെൻചോയെ ലക്ഷ്യമിട്ട് അതിശക്തമായ വെടിവെപ്പ് ആരംഭിച്ചു സൈന്യം. എന്നാൽ സൈന്യത്തിന്റെ മുന്നേറ്റം തടയാൻ കനത്ത ആയുധധാരികളായ ഒരു സംഘം ആളുകൾ, റോക്കറ്റ് ലോഞ്ചറുകൾ ഉൾപ്പെടെ വിപുലമായ ആയുധ സജ്ജീകരണങ്ങൾ അവർക്കൊപ്പം. എൽ മെൻചോ 2 അംഗരക്ഷകർക്കൊപ്പം രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി. എന്നാൽ ആക്രമണത്തിൽ ഗുരുതരമായി അയാൾക്ക് പരിക്കേറ്റു. എൽ മെൻചോയുടെ അംഗരക്ഷകരെയും മറ്റ് സുരക്ഷാ ജീവനക്കാരെയുമൊക്കെ വെടിവെപ്പിലൂടെ കീഴ്പ്പെടുത്തിയ സൈന്യം മുന്നോട്ട് കുതിച്ചു. 2015 ഒരു സൈനിക ഹെലികോപ്റ്ററിന് നേർക്ക് ഇതേ കാർട്ടൽ വെടിവെപ്പ് നടത്തിയിരുന്നു. സമാനമായ തിരിച്ചടിയാണ് ഇപ്പോഴും സംഭവിച്ചത്. എന്നാൽ 2015 അനുഭവം ഉൾക്കൊണ്ട് കൂടുതൽ മാരകവും പൂർണ്ണതോതിലും ശക്തമായ ആക്രമണത്തിനാണ് ഇക്കുറി സൈന്യം ശ്രമിച്ചത്. തബൽപ്പയുടെ പ്രാന്തപ്രദേശത്ത് നിരവധി ക്യാബിനുകൾ. ആ വനപ്രദേശത്ത് എൽ മെൻചോ ഒളിച്ചിരിക്കുന്ന ഇടം കൃത്യമായി കണ്ടെത്തിയുള്ള ആക്രമണം. റോക്കറ്റ് ലോഞ്ചറുകൾ വിന്യസിക്കാൻ എൽ മെൻചോയുടെ പോരാളികൾക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ അവനെ ഞങ്ങൾ ഒരു കുറ്റിക്കാട്ടിൽ കണ്ടെത്തി. ഇപ്പോൾ തന്നെ ആക്രമണം തുടങ്ങും എന്നാണ് സൈന്യം ഭരണകൂടത്തെ അറിയിച്ചത്. കനത്ത വെടിവെപ്പിനെ തുടർന്ന് ഒരു സൈനിക ഹെലികോപ്റ്റർ അടിയന്തരമായി അവിടെ ലാൻഡിംഗ് ചെയ്യുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ എൽ മെൻചോയെയും മറ്റ് 2 അംഗരക്ഷകരെയും പിടികൂടി നേരെ ആശുപത്രിയിലേക്ക് കുതിക്കുന്നു. എന്നാൽ യാത്രാമധ്യേ അവർ മരിച്ചുവെന്ന് സൈന്യം ഉറപ്പിച്ചു. നേരത്തെ ഗുരുതരാവസ്ഥയിലായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. അവരുടെ മരണത്തെ തുടർന്ന് വിമാനത്തിന്റെ പാത വഴിതിരിച്ചു. ജാലിസ്കോ സംസ്ഥാനത്ത് വിമാനമിറക്കാനായിരുന്നു ആദ്യ പദ്ധതി. എന്നാൽ ക്രിമിനൽ സംഘടനയിൽ നിന്ന് വളരെ അക്രമാസക്തമായ പ്രതികാരമുണ്ടാകും എന്ന് ഭയന്ന സൈന്യം വിമാനം മറ്റൊരു വഴിക്ക് തിരിച്ചുവിട്ടു. തബൽപ്പയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെയാണ് ഒടുവിൽ ആ വിമാനം അവർ നിർത്തിയത്. ഇതിനകം തന്നെ എൽ മെൻചോ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത കാട്ടുതീ പോലെ പരന്നു. ജാലിസ്കോ സംസ്ഥാനത്തുടനീളം നിരവധി ആക്രമണങ്ങൾ. സർക്കാർ സ്ഥാപനങ്ങൾക്ക് നേരെയാണ് മുഖ്യമായ ആക്രമണം. ജാലിസ്കോയിലാണ് ഏറ്റവും രൂക്ഷമായ ആക്രമണങ്ങൾ നടന്നത്. നിരവധി ഔദ്യോഗിക വാഹനങ്ങളും ബസ്സുകളുമൊക്കെ തകർക്കപ്പെട്ടു. സൂപ്പർ മാർക്കറ്റുകൾ കൊള്ളയടിച്ചു. അവർ തീവെച്ചു. 25 നാഷണൽ ഗാർഡ് അംഗങ്ങൾ, ഒരു ജയിൽ ഉദ്യോഗസ്ഥൻ, ഒരു പ്രോസിക്യൂട്ടറുടെ ഓഫീസ് ജീവനക്കാരൻ, ഒരു സിവിലിയൻ സ്ത്രീ എന്നിവരൊക്കെ കൊല്ലപ്പെട്ടു. അയൽ രാജ്യമായ മെക്കോവാക്കനിൽ 4 തോക്കുധാരികൾ കൂടി കൊല്ലപ്പെട്ടു. അതിശക്തമായ ആക്രമണവും പ്രത്യാക്രമണവും. അമേരിക്ക ഉന്നമിട്ട ഏറ്റവും കുപ്രസിദ്ധനായ കാർട്ടൽ നേതാവിനെ അങ്ങനെ മെക്സിക്കൻ സൈന്യം വധിച്ചു. ഡ്രോണുകളിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും മയക്കുമരുന്നുമൊക്കെ അമേരിക്കയിലേക്ക് നിരന്തരം കടത്തുന്ന മയക്കുമരുന്ന് രാജാവ്. നിരവധി ഭൂഗർഭപാതകളാണ് ഇവർ മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലേക്ക് ഒരുക്കിയിരിക്കുന്നത്. സമുദ്രമാർഗവും ഇവർ മയക്കുമരുന്ന് കടത്ത് നടത്തിക്കൊണ്ടിരുന്നു. ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എൽ മെൻചോ. യഥാർത്ഥ പേര് നെമാസിയോ റൂബൻ ഒസോഗര സർവാൻസ്. 2020 മെക്സിക്കോ സിറ്റിയുടെ ഹൃദയഭാഗത്ത് വെച്ച് ഗ്രനേഡുകളും ഉയർന്ന പവർ റൈഫിളുകളും ഉപയോഗിച്ച് അന്നത്തെ തലസ്ഥാന പോലീസ് സേനയുടെ തലവന് നേർക്ക് ഇവർ ഒരു ആക്രമണ പദ്ധതി നടത്തി. ഇപ്പോൾ അദ്ദേഹം ഫെഡറൽ സുരക്ഷാ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ പക തന്നെയാണ് ഒടുവിൽ എൽ മെൻചോയുടെ ജീവനെടുത്തത്. എൽ മെൻചോയുടെ മരണത്തോടെ ഡ്രഗ് ട്രാഫിക്കിങ്ങിനും രാജ്യത്തുടനീളമുള്ള ആക്രമണങ്ങൾക്കും ഉത്തരവാദിയായ ജാലിസ്കോ ന്യൂ ജനറേഷൻ കാർട്ടലിന് മെക്സിക്കൻ സൈന്യം അന്ത്യവിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതൊരു അന്ത്യവിധിയാകുമോ, അതോ ഇതേ കാർട്ടൽ മറ്റൊരു രൂപത്തിൽ ഉടൻ തന്നെ തലപൊക്കുമോ? ലഹരി സാമ്രാജ്യം തകർത്ത ഓപ്പറേഷൻ എന്നാണ് ഭരണകൂടം ഇപ്പോൾ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്. 6 വർഷം മുൻപ് ഇതേ കാർട്ടൽ ഒമർ ഗാർഷ്യ ഫർഫൂച്ചിനെ വധിക്കാൻ ശ്രമിച്ചിരുന്നതിൻ്റെ പക അദ്ദേഹം ഇന്ന് തീർക്കുന്നു. ഇന്ന് മെക്സിക്കോയുടെ സംഘടിത കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ അദ്ദേഹമാണ് ഏറെ മുന്നിട്ട് നിൽക്കുന്നത്. ഈ പോരാട്ടം അദ്ദേഹത്തിന് നേടിക്കൊടുത്തതാവട്ടെ മെക്സിക്കോയുടെ ബാറ്റ്മാൻ എന്ന വിളിപ്പേര്. 1982 മെക്സിക്കോയിലെ ക്വെർനാവക്കിൽ
ഒമർ ഗാർഷ്യ ഫർഫൂച്ചിന്റെ ജനനം. പ്രതിരോധ വകുപ്പ് മുൻ സെക്രട്ടറി ജനറൽ മാർസിലിയോ ഗാർഷ്യ ബരാഗന്റെ കൊച്ചുമകനാണ് അദ്ദേഹം മെക്സിക്കോ സിറ്റിയുടെ പോലീസ് മേധാവിയായിരുന്നപ്പോഴാണ് ഇതേ കാർട്ടൽ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചത്. പിന്നീട് അദ്ദേഹത്തിന്റെ നടപടികൾ കൂടുതൽ കരുത്തുറ്റതാക്കി. അന്ന് ഫർഫൂച്ചിന്റെ കൈ, തോൾ, കാൽ എന്നിവിടങ്ങളിൽ 3 തവണ വെടിയേറ്റിരുന്നു. ആ ആക്രമണം അദ്ദേഹം അതിജീവിച്ചു. അദ്ദേഹത്തിൻ്റെ 2 അംഗരക്ഷകരും ഒരു സാധാരണ പൗരനും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 2024 ഒക്ടോബറിൽ ഗാർഷ്യ ഫർഫൂച്ചിനെ മെക്സിക്കോയുടെ സുരക്ഷാ പൗരസംരക്ഷണ സെക്രട്ടറിയായി നിയമിച്ചു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം കാർട്ടൽ തലവൻ എൽ മെൻചോയെ വധിക്കുക. അമേരിക്കയുടെ പരിപൂർണ പിന്തുണ. ഇതിനിടയിൽ മെക്സിക്കൻ ഭരണകൂടത്തിന് ട്രംപിന്റെ അന്ത്യശാസനം. ഈ മാസം മെക്സിക്കോയുടെ സൈന്യം, വ്യോമസേന, ഇന്റലിജൻസ് ഏജൻസികൾ എന്നിവയുൾപ്പെട്ട ഒരു ഓപ്പറേഷൻ ടപാൽപ രൂപീകൃതമാകുന്നു. ജലിസ്കോയിലെ പർവ്വത നിരകളിൽ വെച്ച് എൽ മെൻചോയെ അവർ ലക്ഷ്യമിട്ടു. ദേശീയ സൈനിക ഇന്റലിജൻസ് വഴി കൃത്യമായ ആസൂത്രണം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ തിരയപ്പെട്ട ലഹരി രാജാക്കന്മാരിൽ ഒരാളായിരുന്നു എൽ മെൻചോ. എൽ മെൻചോയുടെ കൊലപാതക വാർത്ത പ്രചരിച്ചതിന് തൊട്ടു പിന്നാലെ കാർട്ടൽ അംഗങ്ങൾ നിരവധി പ്രദേശങ്ങളിലാണ് ആക്രമണം അഴിച്ചുവിട്ടത്. മെക്സിക്കോയുടെ പകുതി ഭാഗം കത്തിക്കാൻ തങ്ങളുടെ കാർട്ടലിന് കഴിയും എന്നവർ അവകാശവാദം മുഴക്കി. മെക്സിക്കൻ ജനങ്ങളിൽ പരിഭ്രാന്തി പടർന്ന ആക്രമണങ്ങളുടെ പരമ്പരയാണ് അവർ അഴിച്ചുവിട്ടത്. സാധാരണഗതിയിൽ ജനങ്ങളിൽ ഭയം വളർത്താൻ അക്രമമാർഗമാണ് ഇവർ ഉപയോഗിക്കാറുള്ളത്. കൊടും ഭീകരർ എന്നാണ് ഇവരെ ഭരണകൂടം വിശേഷിപ്പിക്കുന്നത്. മെക്സിക്കോയിലെ ഏറ്റവും ശക്തരായ ക്രിമിനൽ സംഘടനകളിൽ ഒന്നാണ് ജലിസ്കോ കാർട്ടൽ. 2009-2010 കാലഘട്ടത്തിൽ ഈ കാർട്ടൽ രൂപീകൃതമായി. മയക്കുമരുന്ന് കടത്തിനപ്പുറം തട്ടിക്കൊണ്ടുപോകൽ, കൊള്ളയടിക്കൽ, ഇന്ധനമോഷണം എന്നിവയിലൂടെ അവരുടെ കാർട്ടൽ വ്യാപിച്ചു. മെക്സിക്കോയുടെ പല ഭാഗങ്ങളിലും അതിശക്തമായ വേരോട്ടം. ലാറ്റിൻ അമേരിക്കയിലേക്കും US-ലേക്കുമൊക്കെ പടർന്നു കയറി. ഏഷ്യയുടെ പല ഭാഗങ്ങളിലും ഇവരുടെ സാന്നിധ്യം. അതിക്രൂരമാണ് ഇവരുടെ പ്രവർത്തന രീതി, തന്ത്രപരവുമാണ്. മെക്സിക്കൻ മയക്കുമരുന്ന് യുദ്ധങ്ങളിലെ ഏറ്റവും ഭീകരമായ സംഭവങ്ങളാണ് ഇവർ ലോകത്തിന് കാട്ടിക്കൊടുത്തത്. വഴിയരികിലെ ലാംപ് പോസ്റ്റുകളിൽ തൂങ്ങിക്കിടക്കുന്ന മൃതദേഹങ്ങൾ, ശിരച്ഛേദം ചെയ്യപ്പെട്ട നിരവധി തലകൾ. അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നത് മനുഷ്യമാംസം ഭക്ഷിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട്. ചെങ്കിസ് ഖാനെ പോലെ മറ്റുള്ള മനുഷ്യരെ ഭയപ്പെടുത്തി അവർക്ക് നേരെ ലോകത്തിലെ ഏറ്റവും ക്രൂരത കാട്ടുക. സമീപനമാണ് മെക്സിക്കോയിൽ ഏറ്റവും ശക്തമായി വേഗത്തിൽ വളരാൻ ഈ കാർട്ടലിനെ സഹായിച്ചത്. എന്നാൽ നിരന്തരമായ ഏറ്റുമുട്ടലുകൾക്കും ഇവർ കാരണമായി. എൽ മെൻചോയുടെ കാർട്ടൽ ഏറെ ദുർബലമായ അവസ്ഥയിലായിരിക്കുന്നുവെന്ന് ഭരണകൂടം ചൂണ്ടിക്കാട്ടുമ്പോഴും ഈ വിഷയത്തിൽ പ്രഗത്ഭരായ ചിലർ മറ്റ് ചില മറുന്യായങ്ങൾ ഉന്നയിക്കുന്നു. സാധാരണഗതിയിൽ ഒരു കാർട്ടലിൻ്റെ തലവനെ വധിക്കുന്നതിലൂടെ കാർട്ടലിനെ നിർവീര്യമാക്കാൻ മെക്സിക്കൻ ഭരണകൂടത്തിന് കഴിയാറില്ല. ഒരു കാർട്ടൽ അതിൻ്റെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ ഒരു നേതാവിനെ കൊലപ്പെടുത്തുന്നതിലൂടെ കാർട്ടൽ അസ്തമിക്കുന്നില്ല. കാരണം ഈ കാർട്ടലിന് ഇപ്പോഴും രാജ്യത്തിൻ്റെ പകുതിയോളം തീയിടാനുള്ള ശക്തിയുണ്ട്. ഈ കാർട്ടലിന് ഏറ്റവും പുതിയ തലമുറ ആയുധങ്ങളും വലിയ അളവിൽ പണവുമൊക്കെ സ്വന്തമായുണ്ട്. സൈനിക ശൈലിയിലുള്ള അർദ്ധസൈനിക ഗ്രൂപ്പുകളും വാഹനങ്ങളും ഇവരുടെ പ്രത്യേകതയാണ്. ചെറുനഗരങ്ങളിൽ 50 കാർട്ടൽ ഓപ്പറേറ്റീവുകളുടെ ഒരു സംഘത്തിന് ഏത് പ്രാദേശിക പോലീസ് സേനയെ പരാജയപ്പെടുത്താൻ കഴിയും. US ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ഈ കാർട്ടലിനെ സിനലോവ കാർട്ടലിനെ പോലെ ശക്തമാണ് എന്ന് കണക്കുകൂട്ടുന്നു. എൽ മെൻചോയുടെ ജീവിതകഥ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലുമൊക്കെ മുഖ്യ വാർത്തയാണ്. എൽ മെൻചോയെ കൊലപ്പെടുത്തിയതിലൂടെ മെക്സിക്കൻ സൈന്യം വലിയ വിജയം തന്നെയാണ് കൈവരിച്ചിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകി. മെക്സിക്കോ അത് പരിപൂർണമായി ഇപ്പോൾ പ്രായോഗിക തലത്തിൽ നടപ്പാക്കി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.